മുത്തനബിക്ക് മിഅ്റാജ് കിട്ടിയ സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമിൻ കമാ സറൽ ബദ്റു ഫീ ദഹജിൻ മിനൽ ളുലമി മൗലാഹ യാ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ حبيبك خير الخلق كلهم തങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയ സന്തോഷം ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയുടെ വഫാത്ത്, സംരക്ഷകനായി കൂടെയുണ്ടായിരുന്ന അബൂ ത്വാലിബിന്റെ വിയോഗം, ത്വായിഫിലേക്ക് ചെന്നപ്പോഴുണ്ടായ മനപ്രയാസം, ഇതിനെല്ലാറ്റിനും ഒരു സന്തോഷം തങ്ങൾക്ക് നൽകാൻ ഏറ്റവും അഫ്ളലായ സൃഷ്ടിയെ ആദരിച്ചു കുളിച്ചു റബ്ബ് സുബ്ഹാനഹു വ തആല. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബറക്നാ ഹൗലഹു. അല്ലാഹുവിന്റെ അടിമയെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പ്രയാണം നടത്തിച്ച റബ്ബ് സുബ്ഹാനല്ലാഹ്. ബുറാഖ് എന്ന അത്ഭുത വാഹനം, ആ ബുറാഖിന്റെ മേലെ ചിന്തിക്കാൻ കഴിയാത്ത വേഗതയിലുള്ള സഞ്ചാരം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്നീ ലസ്തു മിസ്ലകും. ഈ വളഞ്ഞ ഇസ്ലാമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ സലഫി, ഇങ്ങനെ വളഞ്ഞ കുറെ ആളുകൾ. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ, അള്ളാഹു നമ്മളെ ഹിദായത്തുള്ള നിലനിർത്തി തരട്ടെ. അങ്ങനെയൊന്നുമില്ല, വെറുതെ അങ്ങനെ ഞാൻ ഇല്ല എന്നല്ല ഓറ് പറയുന്ന ആശയ, അതൊക്കെ സ്വപ്നം കണ്ടതാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മുത്തുനബി ഇത്രമാത്രം നിസ്സാരപ്പെടുന്ന ഒരു ടീമിൽ ദുനിയാവിൽ വേറെ ഉണ്ടാവില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണത്. ആ സംഗതിയെ രാപ്രയാണം, ആ വിശുദ്ധമായ യാത്ര തങ്ങളൊരു സാധാരണക്കാരനല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ വണ്ടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ സ്കൂട്ടറില്ലേ, ഇല്ലേ, ഒരു സ്കൂട്ടറിൽ പരമാവധി എത്ര വേഗതയിൽ, ബുള്ളറ്റിൽ എത്ര വേഗതയിൽ പോകാൻ ഒരു സാധാരണ ഒരു മനുഷ്യന്? 100 പറ്റുമോ? ഇല്ല. ഇനി 100 കൂട്ടിക്കോ, ചിലവൊന്നുമില്ലല്ലോ, ഒരു 100 കൂട്ടി. ഈ നമ്മളെ എന്താ പറയാ, ഹെൽമെറ്റ് എല്ലാം വെച്ചാൽ കുറച്ചും കൂടെ കാറ്റടിക്കണ കുറയും, അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടെ തിരിക്കാൻ പറ്റും. അപ്പൊ ഭയങ്കര സ്പീഡിൽ പോയാൽ നമുക്ക് വേഗം കവറിലേക്ക് എത്താം, ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തൂല. അതുകൊണ്ട് സ്പീഡ് കുറച്ചാലാണ് ഏറ്റവും നല്ലത്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അപകടങ്ങളെ തൊട്ട് അള്ളാഹു കാക്കട്ടെ. എപ്പോഴും ബൈക്ക് ഓടിക്കുന്ന സമയത്തും വാഹനങ്ങൾ ഓടിക്കുമ്പോഴും നിയന്ത്രണം വേണേ മോനെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അള്ളാഹു സന്തോഷം നൽകട്ടെ. ഇത് കൃത്യമായിട്ടുള്ള ഉപദേശമാണ് കേട്ടോ. അള്ളാഹു നമ്മളെല്ലാവരും നന്നാക്കി തരട്ടെ. ഒരു യാത്രക്കാരന് നമ്മൾ കാറിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ ഗ്ലാസ് എല്ലാം പൊക്കി ഉയർത്തിയിട്ടെല്ലാം പോവുകയാണെങ്കിൽ ഒരു 100-120 പോകുമ്പോൾ തന്നെ കാറിന് ഒരു വൈബ്രേഷൻ ഉണ്ടാവും. ഒരു 150 എല്ലാം പോകുമ്പോൾ നല്ല എയർപോർട്ട് റോഡാണെങ്കിൽ ഒരു 150-200 പോകാൻ നമുക്ക് വെറുതെ ആലോചിക്കാൻ, അപ്പുറം പോകാൻ കഴിയില്ല, പേടിയാവും, മനുഷ്യൻ ഇരിക്കാൻ കഴിയില്ല. ഗ്ലാസ് താത്തവനെ പോകാനേ പറ്റില്ല, ശബ്ദം കൊണ്ട് സഞ്ചരിക്കാൻ പറ്റില്ല. ബുറാഖിന്റെ സ്പീഡ് എത്രയെന്നറിയോ? അതിന്റെ കണ്ണ് എവിടെയാണോ പതിയുന്നത് അവിടെയാണ് നെക്സ്റ്റ് സെക്കൻഡ്. സുബ്ഹാന ജല്ല ജലാലു. ആയിരക്കണക്കിന് കിലോമീറ്റർ പോകാൻ വേണ്ടി നിമിഷങ്ങൾ, സെക്കൻഡ് കൊണ്ടാണ് പോയി വന്നത്. അത്ര സ്പീഡാണ്. എവിടെ? ഗ്ലാസ് കൊണ്ട് ചുറ്റിയിട്ടല്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് മുമ്പിൽ സുബ്ഹാനല്ലാഹ് സ്കൂട്ടറിൽ ഇരിക്കണ പോലത്തെ പോക്കാ പോയത്. മനുഷ്യന്മാർ പാറിപ്പോവില്ലേ? അതുകൊണ്ടാ തങ്ങൾ പറയും, ഇന്നീ ലസ്തു മിസ്ലകും, നിശ്ചയം ഞാൻ നിങ്ങളെ പോലെ അല്ല. ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, നിശ്ചയം ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല. ഇന്നീ ലസ്തു കഹൈഅതികും, നിശ്ചയം ഞാൻ നിങ്ങളെ കോലത്തിലല്ല. സ്വഹീഹായ ഹദീസുകളാണ് 3 മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങളെ പ്രകൃതി തന്നെ നമ്മുടെ പ്രകൃതിയല്ല. മുത്തുനബി അത്ഭുത മനുഷ്യനാണ്, പക്ഷേ സാധാരണക്കാരനല്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ മുൻകാല അമ്പിയാക്കൾക്ക് ഇമാമായി നിസ്കരിക്കുന്നു. അതിനുശേഷം പിന്നെ ബുറാഖ് യൂസ് ചെയ്യുന്നില്ല. ബുറാഖിനെ അവിടെ നിർത്തിയിട്ടാണ് പള്ളിയിൽ കയറിയത്. പിന്നെ ബുറാഖ് ഇല്ല. പിന്നെ ഇങ്ങനെ പോവാണ് 7ാമത്തെ ആകാശത്തിലേക്ക്. സുബ്ഹാന ജല്ല ജലാലു. 1ാമത്തെ ആകാശത്തെത്തുമ്പോ മഹാനായ അബുൽ ബശർ ആദം അലൈഹിസ്സലാം താഴെ പള്ളിയിൽ നിസ്കരിക്കാനുണ്ടായ മഹാനാണ്. ആദം നബി അലൈഹിസ്സലാം മുത്തുനബിയെ സ്വീകരിക്കുകയാണ്. 2
രണ്ടാമത്തെ ആകാശത്തിൽ സയ്യിദുനാ ഈസാ അലൈഹിസ്സലാം വയഹ്യ അലൈഹിസ്സലാം രണ്ടുപേരുണ്ട്. മൂന്നാമത്തെ ആകാശത്തിൽ നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഉണ്ട്. നാലാമത്തെ ആകാശത്തിൽ ഇദ്രീസ് അലൈഹിസ്സലാം ഉണ്ട്. അഞ്ചാമത്തെ ആകാശത്തിൽ ഹാറൂൻ അലൈഹിസ്സലാം. ആറാമത്തെ ആകാശത്തിൽ കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം. ഏഴാമത്തെ ആകാശത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം. അതിനപ്പുറം ഇങ്ങനെ പോയിട്ട് സറൈതദാ മഹാനായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ അപ്പുറം അങ്ങനെ പോയി 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 സിദ്റത്തുൽ മുൻതഹയും കടന്നവിടെ എത്തിയപ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കൂടെ വന്ന ഗൈഡാണ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബിയോട് പറയുന്നു, ലഇൻ തനൗതു ഖദറഉൻ മുലതിൽ ഇഹ്തറഖതു, ഒരൽപ്പം ഒരു ഇഞ്ച് ഞാൻ മുന്നോട്ട് വന്നാൽ ഞാൻ ഭസ്മമാകും നബിയേ, എനിക്ക് വരാൻ പറ്റില്ല. ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമാ. ഇനി ഒറ്റക്ക് പോകണേ നബിയേ, ഭയപ്പെടേണ്ടതില്ല. നമ്മൾ ആലോചിക്കേണ്ടത് വഹയിന്റെ സ്വാഹിബാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അമ്പിയാക്കളുടെ തോഴനാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. വഹയിന്റെ കൂട്ടുകാരനാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. മലക്കുകളുടെ നേതാവാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. അമ്പിയാക്കളുടെയും അല്ലാഹുവിന്റെയും ഇടയിലുള്ള മാധ്യമമാണ് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സ്ഥാനം തീരുമ്പോ അവിടെ നിന്ന് അങ്ങോട്ട് തുടരുകയാണ് മദ്ഹു റസൂലില്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് അവസാനം തങ്ങളങ്ങ് പോയി അടുത്തു വകാന ഖാബ ഖൗസൈനി ഔ അദ്നാ. വിശുദ്ധ ഖുർആനിന്റെ സാക്ഷ്യപ്പെടുത്തൽ നോക്കൂ. അല്ലാഹുവും അവന്റെ അടിമയും അമ്പും വില്ലും അടുക്കുന്നത് പോലെയല്ല, അതിനേക്കാൾ അടുത്തു എന്ന് റബ്ബ് തന്നെ പറഞ്ഞ സമാഗമം അപരിശുദ്ധമായ മിഅ്റാജ്. സുബ്ഹാന ജല്ല ജലാലു ഖാബ സാബിതുസ്സുറാ മിനസ് സുറാ ഇലസ്സറാ ثانيا ما ثالثا بل ثاني الأمثال ثال. ഏഴാകാശത്തിന്റെ അഗ്രപാളികൾക്കപ്പുറത്ത് സിദ്റത്തുൽ മുൻതഹയും കടന്ന് കൂട്ടിനൊരാളെയും കൂടെ കൂട്ടാതെ തന്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച് മടങ്ങി വന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത സമ്മാനമാണ് നിസ്കാരം, അല്ലേ? സത്യത്തിൽ 50 വക്ത് കൊടുത്ത കഥയല്ലേ നമുക്കറിയാം. 50 വക്ത് കൊടുത്തു. മൂസാ അലൈഹിസ്സലാം മടങ്ങിപ്പോ നബിയെ കഴിയൂല, നമ്മളെ കണ്ടിട്ട് പറഞ്ഞതാ. സത്യത്തിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ പേരിൽ അമ്പകയിൽ തന്നെ ഒരു യാസീൻ എല്ലാ ദിവസവും ഓതണം നമ്മള്. എന്തുകൊണ്ട്? ഇപ്പൊ എത്ര വക്ത് നിസ്കാരം ഉള്ളത്? 5 വക്ത്. അധികം ആൾക്ക് 4 വക്ത് അറിയൂ, സ്വഭയെ കേൾക്കലേ ഇല്ല. 5 വക്ത് നിസ്കാരം. ഈ 5 വക്ത് തന്നെ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. സത്യത്തിൽ 24 മണിക്കൂറാണ് ഒരു ദിവസം. 50 വക്ത് നിസ്കാരം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കൂട്ടി നോക്ക്. അരമണിക്കൂറിൽ തന്നെ ഓരോ നിസ്കാരാക്കിയാലും 48 നിസ്കാരം, എന്നാലും 2 ബാക്കിയാണ്, 2 പുറത്തോ. അപ്പൊ അരമണിക്കൂറിൽ ഒരു നിസ്കാരം കൊടുത്താൽ തന്നെ 48 നിസ്കാരേ ആവുള്ളൂ, എന്നാലും 2 പുറത്തുണ്ടാവും. അപ്പൊ പിന്നെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അടുത്ത വാങ്ക് അല്ലാഹു അക്ബർ. അത് നിസ്കരിച്ച് കഴിയുമ്പോൾ സലാം വിട്ടുമ്പോൾ മറ്റേ വാങ്ക്. പുറത്തിറങ്ങാൻ നേരം ഉണ്ടാവില്ല, പള്ളിയിൽ തന്നെ ഇരിക്കും. നിങ്ങൾ നോക്ക് അല്ലാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം. മൂസാ അലൈഹിസ്സലാം പറഞ്ഞു നടക്കൂല നബി. അങ്ങനെ 9 തവണ പോയി. 9ാമത്തെ തവണ മടങ്ങി വരുമ്പം അല്ലാഹു പറയാണ്, തിൽക 5 സലവാത്ത്. റബ്ബിന്റെ കാരുണ്യമല്ലയോ, മുത്തുനബിയോടുള്ള കരുതലല്ലയോ? തങ്ങൾ പറയുന്നു തിൽക 5 സലവാത്ത്, 5 വക്ത് നിസ്കാരമാണ്. ലികുല്ലി വാഹിദിൻ 10 അംസാലിഹാ. മുത്തുനബിയെ ഒന്നിന് 10 കൂലിയാണ് കേട്ടോ. ലഗേജെ കുറച്ചിട്ടുള്ളൂ, കൂലി കുറച്ചിട്ടില്ല, ഖനം കുറച്ചതാ. 50 വക്തിന്റെ കൂലി തന്നെ കിട്ടും. ഒന്നിന് 10 കൂലി തന്നെ 50 വക്ത്, 5 വക്തിന് 50ന്റെ കൂലി കിട്ടും. എന്തൊരു സ്നേഹമാണ്, എന്തൊരു സഹായമാണ് ആ കിട്ടിയത്. അപ്പൊ 5 വക്ത് കൃത്യമായി നിസ്കരിക്കുമ്പോ 50 വക്തിന്റെ പ്രതിഫലം കിട്ടാണ്. ഞാൻ ചോദിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കാൻ വേണ്ടി ഈ റജബിന് വരെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ
അതൊരു വലിയ സങ്കടമല്ലേ? അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് കൃത്യമായിട്ട് നിസ്കരിക്കണം. നിസ്കാരം ഒഴിവാക്കുന്ന ഒരു പണി മൂമിനായ മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. സഹോദരിമാരോട് കാര്യമായിട്ട് പറയാൻ, ബാങ്ക് പെണ്ണുങ്ങൾക്ക് പിന്നെ നമ്മുടെ നാട്ടിലെ പണിക്ക് പോകുന്ന ഞാൻ അറിയില്ല. നമ്മുടെ നാട്ടിൽ എന്റെ കാസർഗോഡ് സ്റ്റൈൽ വെച്ച് പറയാൻ, സാധാരണ പെണ്ണുങ്ങളിന് പണിക്ക് പോകുകയാണെങ്കിൽ തന്നെ ചെറിയ പണിയല്ല, അടുത്തടുത്ത വീടുകളിൽ അങ്ങനെയല്ലേ പണി ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. വേഗം നിസ്കരിക്കണം. യാത്രക്കാർ, ഞാനിപ്പം വരുമ്പോ വെള്ളം കുടിക്കുന്ന ആള്, പായസം കുടിക്കുന്ന ആളെല്ലാം വലത്തെ കൈകൊണ്ട് കുടിക്കണം. സുന്നത്താണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ആരും നോക്കരുത്. സ്വന്തം ഏത് കൈ കൊണ്ടാ കുടിച്ചെന്ന് നോക്കിയാൽ മതി. വലത്തോട്ടും നോക്കണ്ട, ഇടത്തോട്ടും നോക്കണ്ട. ഞാൻ ഏത് കൈ കൊണ്ടാ കുടിക്കുന്ന ആലോചിച്ചാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ്ട, വലത്തെ കൈ കൊണ്ട് കുടിക്കുക. അള്ളാഹു തആല ശീലമാക്കാൻ ഭാഗ്യം നൽകട്ടെ. ശീലമാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഞാൻ പറഞ്ഞത് സുബ്ഹാനല്ലാഹ്. പെണ്ണുങ്ങള്, ഞാനിപ്പോ ഇങ്ങനെ വരുമ്പോ ജംഉം കസ്റൊക്കെ ആക്കിയാണ് നിസ്കരിച്ചത്. നമ്മളെ പെണ്ണുങ്ങള് ജം ആക്കുന്നതിന് പകരം ജാമാക്കല. അതൊരു വല്ലാത്ത നിസ്കാരം. ളുഹ്ർ വാങ്ക് കൊടുക്കുന്ന 12:30 മണിക്ക്, എന്നിട്ട് ഒരു പണിയില്ലാണ്ട് ഇങ്ങനെ മൊബൈലും നോക്കി അതും നോക്കി ഇതും നോക്കി ചോറെല്ലാം വെച്ച് കറിയെല്ലാം റെഡിയാക്കി ഇങ്ങനെല്ലാം കൂടി ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് 3-3:30 മണിയായി. 3:20 ആകുമ്പോഴാണ് അള്ളാഹ് വാങ്ക് കൊടുക്കാനായി, നിസ്കരിച്ചിട്ടില്ല. 3:20 പോയി വേഗം പോയി വുളുവെല്ലാം ചെയ്തൊന്ന് റെഡിയായാലും ഒരു 3 മണിക്ക് കുളിക്കാനെല്ലാം ഇറങ്ങി ഒന്ന് റെഡിയായി 3:30 മണിക്ക് വന്ന് നിസ്കാര കുപ്പായെല്ലാം ഇട്ടിട്ട് അള്ളാഹ് നാക്കാൻ പോകുമ്പോഴത്തേക്കും ഉക്രി ഉസ്താദ് പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അപ്പൊ പെണ്ണുങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉക്രി ഉസ്താദ് മരിച്ച പറയാൻ വേണ്ടി വിളിച്ചല്ല, ബാങ്ക് കേൾക്കുമ്പോൾ അങ്ങനെയല്ല ചെല്ലേണ്ടത്. മർഹബൻ ബിൽ ഖായിലി അദ്ലാ മർഹബൻ മർഹബൻ ബിസ്വലാത്തി അഹ്ലാ, അങ്ങനെയല്ലുണ്ട്. അല്ലാണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ മരിക്കുമ്പോൾ ചെല്ലേണ്ടതാ, മരിച്ച കേട്ടാൽ. ഇതെന്താ അങ്ങനെ ചെല്ലാൻ വേണ്ടി കാരണം? ഈ നിസ്കാരം കളായി, ആ സങ്കടം കൊണ്ട് പറഞ്ഞതാ. സത്യത്തിൽ എന്തിനാണ് അങ്ങനെ ജാമാക്കാൻ നിൽക്കുന്നത്? നേരത്തെ നിസ്കരിച്ചാ പോരെ. അപ്പൊ അത് യാത്രക്കാർക്കുള്ള ഇളവാണ് ഈ ജമ്മും കസറെല്ലാം. അപ്പൊ അതുകൊണ്ട് ഉമ്മമാര് കൃത്യസമയത്ത് അവ്വൽ വക്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അള്ളാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കണം. നിസ്കാരം വളരെ കൃത്യമായി എന്റെ ഓർമ്മ നിലനിർത്താൻ നിസ്കരിക്കണേ. ഏറ്റവും നല്ല ദിക്ർ നിസ്കാരമാണ്. നിസ്കാരം അല്ലാഹുവിന്റെ ഏറ്റവും വലിയ ദിക്റാണ്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം കൊണ്ട് നന്മകൾ ചെയ്യണം. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം. ആഖിറം വിജയിക്കാൻ ആശിച്ചിട്ടല്ലേ നമ്മൾ പണിയെടുക്കുന്നത്. നമ്മളെപ്പോഴും മറ്റുള്ളവർക്ക്, സമൂഹത്തിന് നന്മയുള്ളവരും നന്മകാംക്ഷിക്കുന്നവരുമാകണം. നമ്മളെപ്പോഴും അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. അല്ലാഹുവിന്റെ സ്വർഗം ആശിക്കണം. നരകത്തെ തൊട്ട് അല്ലാഹുവിനോട് കാവലും ചോദിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നേരത്തെ ഉറങ്ങണം. ഇശാ നിസ്കരിച്ചിട്ട് നേരത്തെ ഉറങ്ങണം. സുബഹിക്ക് മുമ്പേ, ബാങ്ക് വിളിക്കുന്നതിന് മുമ്പേ എഴുന്നേറ്റ് നിസ്കരിക്കാനും ശീലിക്കണം. അവൻ ഉസ്താദ് ഇന്നെ പറയുന്ന അത് ഖൈറിന് വേണ്ടിയിട്ടാ, ഒരു നന്മക്ക് വേണ്ടി വഅള് പറയാനും ഇൽമു പഠിക്കാനും മഹാന്മാരുടെ ഒക്കെ പൊരുത്തം കിട്ടാനുള്ള ഒരു ഓർക്ക്. നന്മക്കാണെങ്കിൽ പറ്റും, അല്ലെങ്കിൽ വേണ്ട. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആഖിറത്ത് ഭയപ്പെടണം. നമ്മളാരും കുറ്റമറ്റവരല്ല എന്ന ബോധം വേണം. അള്ളാഹുവിനെ ശരിക്കും ഭയപ്പെടണം. സ്വർഗം ഉറപ്പിച്ച മഹാന്മാരല്ലേ സ്വാലിഹീങ്ങൾ. അവരെന്തോ ഒരു പേടിയിലാണ് അള്ളാഹുവിന്റെ മുമ്പിൽ ജീവിച്ചത്. في خد فاروق من الخلفاء خطان أسودان من بكائي. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വെളുത്തു ചുവന്നു തുടുത്തിരിക്കുന്ന മുഖത്തേക്ക് നോക്കൂ. ഈ കവിൾത്തടത്തിൽ കണ്ണുനീർ ഒഴുകി വന്ന കാരണം കൊണ്ട് 2 കറുത്ത പാട് കാണുന്നുണ്ട്. സ്വർഗത്തിന്റെ ചെറിയ ഖുദുമത്തിന് ഭാഗ്യം നൽകണേ അല്ലാഹ്. ആ മഹാന്മാരെയാണ് നമ്മൾ ജീവിതത്തിൽ മാതൃകയാക്കേണ്ടത്. ചെറുപ്പക്കാര് നല്ല പ്രവർത്തകരായതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്, എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം. നമ്മളെ കൊണ്ട് വേറൊരാൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ തന്നെ കാണാം. നല്ല ഭരണാധികാരിയാണ്.
നേരത്തെ പറഞ്ഞു നമ്മളെ എന്ത് മുമ്പേ പേര് നേരത്തെ ചോദിച്ചാൽ പേരെന്താ? ചെല്ലക്കുട്ടി സാഹിബ് പഞ്ചായത്ത് മെമ്പറാന്ന് പറഞ്ഞു. അള്ളാഹു തആല നല്ല ബർക്കത്ത് കൊടുക്കട്ടെ. ആമീൻ പറഞ്ഞു. അള്ളാഹു ബർക്കത്ത് കൊടുക്കട്ടെ. ഞാൻ പാർട്ടിന്റെ ആളൊന്നല്ല. പിന്നെ നന്മ ചെയ്താൽ എല്ലാ സന്തോഷമല്ലേ. അള്ളാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യാം. നല്ല നീതിമാനായ ഭരണാധികാരിയാകാൻ അള്ളാഹു ഭാഗ്യം കൊടുക്കട്ടെ. എല്ലാവരും ഒരേപോലെ കണ്ണ് നല്ല സന്തോഷത്തിൽ എല്ലാവർക്കും ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് എല്ലാ അധികാരങ്ങളും സ്വാധീനങ്ങളും എല്ലാം നല്ലതിന് ചെലവാക്കണം. അപ്പോഴാണ് നന്മ ഉണ്ടാകുക. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുമ്പോൾ മഹാനവർകളുടെ പ്രത്യേകത, രാത്രി ഉറങ്ങൂല, കിടന്നിട്ട് ഉറക്കില്ല. ആളുകൾക്ക് എന്തായി പോയി അല്ലാ എന്ന പേടിയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന ആളാണ് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. കാണുമ്പോൾ തന്നെ ഒരു ഫഖീറിന്റെ കോലത്തിലാണ്. വലിയ ശുജാഇന്റെ വലിയ പത്രാസുള്ള രാജകീയ കോലത്തിലല്ല ഉള്ളത്. രാത്രിയിൽ അധികവും മദീനയിൽ ഇങ്ങനെ സഞ്ചരിക്കാറാണ് പതിവ്. ഒരു ദിവസം മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയുടെ ഒരു പാർശ്വത്തൂടെ ഇങ്ങനെ നടക്കുമ്പോ, മദീനയുടെ ഓരത്തൂടെ ഇങ്ങനെ നടക്കാണ് പാതിരാ സമയത്ത്. അപ്പോഴാണ് ദൂരെ ഒരു സ്ഥലത്ത് പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തീ കത്തിക്കാണ്, പുക ഉയരുകയാണ്. പുക ഉയരുന്ന സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ ഒരാറാബിയായ മനുഷ്യൻ ഒരു മലഞ്ചെരിവിൽ താമസിക്കുന്ന ആളാണെന്ന് കാണുമ്പോൾ തന്നെ തോന്നുന്ന ഒരാൾ ഇലകൾ അടിച്ചു കൂട്ടിയിട്ട് നല്ല തണുപ്പുള്ള രാത്രിയിൽ തീയിടുകയാണ്. തീ കായാൻ വേണ്ടി തീയിടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പോയി സലാം പറഞ്ഞ അയാള് സലാം മടക്കി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, നല്ല സഹോദരാ, നിങ്ങൾ എന്തിനാണ് ഈ പാതിരാ സമയത്ത് റോഡ് വക്കിൽ തീയിടുന്നത്? ഇയാള് പറയാണ്, ഇയാളൊന്നും മെയിൻ ചെയ്യുന്നില്ല. രണ്ടാമത് ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കും, നല്ല സഹോദരാ, ചോദിച്ചത് കേട്ടില്ലേ, നിങ്ങൾ എന്തിനാണ് ഈ പാതിരാ സമയത്ത് റോഡ് വക്കിൽ തീയിടുന്നത്? ഇയാള് പരുഷമായിട്ടൊന്ന് നോക്കാണ് എന്ന് നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ചോദിച്ചത് കൊണ്ട് പറയാണ്, പറഞ്ഞിട്ട് വലിയ കാര്യം എന്നുള്ള കോലത്തിലല്ല, ഒരു ഫഖീറിന്റെ കോലത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളത്. ചോദിച്ചത് കൊണ്ട് പറയാം, 2 മലകൾക്കപ്പുറമാണ് എന്റെ വീട്. ജോലിയില്ല, ഞാൻ എന്റെ ഭാര്യ എവിടെയാ താമസിക്കുന്നത്. ജോലിയില്ല, കൂലിയില്ല, ജീവിക്കാൻ വരുമാനങ്ങളൊന്നുമില്ല. മദീനയിൽ ഉമറിന്റെ ഗവൺമെന്റ് നൽകുന്ന റേഷനുണ്ട്. ചോദിക്കുന്നത് ഖലീഫയാണ്, നീ സാധുവിന് അറിയില്ല. ഉമറിന്റെ ഗവൺമെന്റ് നൽകുന്ന റേഷനുണ്ട്. ആ റേഷനും കഴിഞ്ഞു, ഇപ്പോൾ മുഴു പട്ടിണിയാണ്. എന്റെ ഭാര്യ പ്രസവത്തോടടുത്തിരിക്കുകയാണ്, പൂർണ്ണ ഗർഭിണിയാണ്. അവള് പ്രസവിച്ചാൽ എനിക്ക് വീട്ടിൽ ആരുമില്ലാത്തതിനാൽ വന്ന് റേഷൻ വാങ്ങാൻ കഴിയൂല. അതുകൊണ്ട് ഞാൻ ഭാര്യയെയും കൂട്ടിയിട്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. കഴിയുമെങ്കിൽ ഖലീഫയെ ഒന്ന് മുഖം കാണിക്കണം, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ് എനിക്കും എന്റെ ഭാര്യക്കും അടുത്ത മാസത്തേക്കും കൂടി റേഷൻ കിട്ടുമെങ്കിൽ വാങ്ങാൻ. അതിനുദ്ദേശിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. യാത്രക്ക് കരുതാനുള്ള സംഗതികളൊന്നും ഞങ്ങളെ കയ്യിലില്ല. ഖൈമ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആവശ്യം വരുമ്പോ നിവർത്തിയിട്ട് കെട്ടും, ആവശ്യം കഴിഞ്ഞാൽ അതാ ചുരുട്ടിയിട്ട് കക്ഷത്തിൽ വെക്കും. അങ്ങനെ ഒരു സാധനം ഇല്ലാതെ വേറൊന്നും യാത്രയിൽ കരുതാനില്ല. അതെല്ലാം എടുത്തിട്ട് ഭാര്യനെയും കൂട്ടിയിട്ട് വന്നതാണ്. 2 മല കയറി ഇറങ്ങിയപ്പോ തന്നെ ഭാര്യക്ക് എന്തോ ഒരു ക്ഷീണം പോലെ, പ്രസവ വേദനയാണെന്നാ തോന്നുന്നത്. ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. ഉടനെ ഖൈമ നിവർത്തിയിട്ട് ഞാൻ എന്റെ ഭാര്യയെ അവിടെ കിടത്തിയിട്ടുണ്ട്. അപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖൈമ ശ്രദ്ധിക്കുന്നത്, ടെന്റ് ശ്രദ്ധിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇയാള് പറയാണ്, ഞാൻ എന്തിനാണ് തീ കത്തിച്ചതെന്നല്ലേ നിങ്ങൾ ചോദിച്ചത്? ഇവിടെ ഒന്നും പരിസരത്തൊരു വീട് കാണുന്നില്ല. ഭാര്യയെ തനിച്ചാക്കി ദൂരെ പോകാനും മനസ്സ് പേടിയാവുകയാണ്, സമ്മതമാകുന്നില്ല. തീ കത്തിച്ചത് ഒരു യാത്രക്കാര് കച്ചവടക്കാരൊക്കെ പോകുന്ന വഴിയല്ലേ, ആരെങ്കിലും തീ കത്തിക്കുന്നത് ശ്രദ്ധിച്ചിട്ട് വന്ന് സഹായിച്ചാലോ എന്ന് കരുതിയിട്ടത് അറബികളുടെ ഒരു ശ്രദ്ധ ക്ഷണിക്കാൻ അവരക്കാലത്ത് ചെയ്യുന്ന ഒരു പണിയാണ്. ആവശ്യം വന്ന ഇലകൾ കൂട്ടിയിട്ട് തീയിടും. അത് ജനങ്ങളെ ശ്രദ്ധ പിടിക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ ചെയ്തിട്ട് മണിക്കൂറുകളായി ഒരാളും ഇതുവരെ സഹായിക്കാൻ എത്തിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ വന്നത് ഞങ്ങൾ എന്തെങ്കിലും കോലത്തിൽ അങ്ങോട്ട് സഹായിക്കേണ്ട കോലത്തിലുള്ള നിങ്ങളാണ്, ഉപദ്രവിക്കാതിരിക്കണേ
പെണ്ണേ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇയാൾ പറയുകയാണ്, വിശന്നിട്ട് വയ്യ. ഇയാൾ ഇങ്ങനെ സങ്കടം പറയുകയാണ്. ഉമർ റളിയല്ലാഹുവിന്റെ ഖൽബ് ഇങ്ങനെ പറച്ചു, പേടിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ഇയാളോട് പറയുന്നു, സഹോദരാ, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കൂ, ഞാൻ ഇപ്പോൾ വരാം. മസ്ജിദുൻ നബവിയുടെ ഭാഗത്തേക്ക്, വീട്ടിന്റെ ഭാഗത്തേക്ക് ഓടുകയാണ്, നടക്കല്ല, അതിവേഗത്തിൽ ഓടുകയാണ്. ഓടിയിട്ട് വീട്ടിന്റെ മുമ്പിൽ മുട്ടിന്റെ മുമ്പിൽ എത്തിയിട്ട് കതകിന് മുട്ടുകയാണ്. ഭാര്യ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹാ, ഭർത്താവ് നേരത്തെ വന്നു എന്ന സന്തോഷത്തിൽ കതക് തുറക്കുകയാണ്. മർഹബാ അഹ്ലൻ വസഹ്ലാ, സ്വീകരിക്കുകയാണ്. പക്ഷേ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, പെണ്ണേ, ഞാൻ ഉറങ്ങാൻ വന്നതല്ല, വിശ്രമിക്കാൻ വന്നതല്ല. പാതിരാ സമയത്ത് സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് റബ്ബ് നമ്മളെ മാടി മാടി വിളിക്കുന്നു, പോരുമോ നീ എന്റെ കൂടെ? ഭാര്യയും പെട്ടെന്ന് റെഡിയാവുകയാണ്. മഹാനവറുകൾ ഗോഡൌണ് തുറക്കുന്നു, യവത്തിന്റെ പൊടി എടുക്കുന്നു, ഒലീവിന്റെ എണ്ണ എടുക്കുന്നു, ഒരൽപ്പ ഈത്തപ്പഴം എടുക്കുന്നു, ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ചുമടായി തലയിൽ വെച്ചിട്ട് കതക് ജാരിയിട്ട് ഭാര്യയോട് പറയുന്നു, വരൂ പെണ്ണേ, നമുക്ക് പോകാം. ഭാര്യ ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹ പറയുന്നു, അമീറുൽ മുഅ്മിനീൻ, ചുമട് ഞാൻ എടുക്കാം. വേണ്ട, നീ എന്റെ പിന്നാലെ വന്നാൽ മതി. ഭാര്യ ഉള്ളതിനാൽ ഓടാൻ കഴിയൂലല്ലോ, പരമാവധി വേഗതയിൽ നടക്കുകയാണ്. തീ കത്തിക്കുന്ന സ്ഥലത്തെത്തിയിട്ട് ഈ ഭാര്യയോട് പറയുന്ന, പെണ്ണേ, നിന്നെ പോലൊരു പെണ്ണ് ആ ഹൈമയിൽ പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുന്നു, നീ അവൾക്ക് വേണ്ട ശുശ്രൂഷ ചെയ്തു കൊടുക്കൂ. ഞാൻ പാവപ്പെട്ട മനുഷ്യന് റൊട്ടി കൊടുക്കട്ടെ, റൊട്ടി ചുട്ടു കൊടുക്കട്ടെ. പൊടി കുഴക്കുകയാണ്, കല്ലിന്റെ മേലെ വെച്ച് പരത്തുകയാണ്. തീയിൽ കാണിച്ചിട്ട്, അറാബി കത്തിച്ച തീ കാണിച്ചിട്ട് റൊട്ടി ചുടുകയാണ്. പ്ലേറ്റിൽ വെക്കുന്നു, എണ്ണ പുരട്ടുന്നു, അതിന്റെ മേലെ ഈ പഴവും വെച്ചിട്ട് അറാബിക്ക് കൊടുത്തിട്ട് പറയുന്ന, കഴിക്ക് സഹോദരാ, ക്ഷമിക്കൂ, നിങ്ങൾ ഭക്ഷണം കഴിക്കൂ. നല്ല റാഹത്തിൽ റൊട്ടി കിട്ടിയപ്പോൾ വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് അതിവേഗം ഈ റൊട്ടി തിന്നുകയാണ് ഇയാൾ. ഉമർ റളിയല്ലാഹു അൻഹു രണ്ടാമത്തെ റൊട്ടി ചുടുന്ന തിരക്കിലാണ്. സുബ്ഹാനല്ലാഹ്, പകുതി റൊട്ടി ഉള്ളിലേക്ക് പോയപ്പോൾ ഇയാളെ വിശപ്പൊരൽപ്പം മാറ്റം വന്നു. ഇയാൾ ഇങ്ങനെ ആലോചിക്കുന്ന, റബ്ബേ, ഈ പാതിരാ സമയത്ത് ഞാൻ ഇങ്ങനെ മോശമായി പറഞ്ഞിട്ടും, പരിക്കൻ സ്വഭാവത്തിൽ പറഞ്ഞിട്ടും, ഭാര്യയും കൂട്ടി വന്ന് എന്റെ ഭാര്യക്ക് ഖിദ്മത്ത് ചെയ്യിപ്പിക്കുന്ന ഇയാള് എനിക്ക് റൊട്ടി ഇട്ടിരുന്നു. ഈ ഫക്കീറായ മനുഷ്യൻ ഇയാൾ ആരായിരിക്കും? ഇയാൾ ആരാണ് എന്ന് ചോദിച്ചില്ലല്ലോ അല്ലാഹ്. ഈ അറാബി റൊട്ടി തിന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നു, അല്ല സഹോദരാ, ഞാൻ എന്റെ ആവശ്യങ്ങളും വിഷമങ്ങളൊക്കെ പറയുന്നതിന്റെ ഇടയിൽ നിങ്ങൾ ആരാന്ന് ചോദിക്കാൻ വിട്ടുപോയി. നിങ്ങൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, ഞാൻ ഒരടിമയാണ്. ഖലീഫയായി പറയുന്നത് ഞാൻ ഒരു അടിമയാണ്. അടിമ എന്ന് പറഞ്ഞ കളവ് പറഞ്ഞതല്ല, അള്ളാന്റെ അടിമ എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്. നമ്മളെല്ലാവരും അള്ളാന്റെ അടിമയല്ലേ? അടിമ അള്ളാന്റെ അടിമ എന്നുള്ള നിലക്ക് പറഞ്ഞതാണ്, അർത്ഥത്തിൽ പറഞ്ഞതാണ്. ഉടനെ വരുന്നു അറാബിന്റെ ചോദ്യം, അടിമകൾക്ക് രാത്രി സഞ്ചാര സ്വാതന്ത്ര്യമില്ലല്ലോ, അടിമകൾക്ക് രാത്രി ഇറങ്ങിപ്പോയി കൂടല്ലോ, നിങ്ങൾ എങ്ങനെ പാതിരാക്ക് പുറത്തിറങ്ങിയത്? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഏത് നല്ല കാര്യത്തിനാണെങ്കിലും എന്റെ യജമാനൻ ഏത് സ്ഥലത്ത് സഞ്ചരിക്കാനും എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. ആ റഹാബി ചോദിക്കും, നിങ്ങളെ യജമാനൻ വളരെ നല്ലവനാണല്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അതേ, എന്റെ യജമാനൻ എത്ര നല്ല ദയാലുവായ റഹ്മത്തുള്ള മറ്റൊരു യജമാനനുമില്ല. റബ്ബിനെ പോലെ കാരുണ്യമുള്ളവനാരാണ്? അതാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. ഇയാള് ചോദിക്കും, നല്ല നിങ്ങളെ നാട് എവിടെയാണ്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ മക്കക്കാരനാണ്. നിങ്ങൾ എങ്ങനെ മദീനയിൽ വന്ന് താമസിക്കുന്നത്? എന്റെ യജമാനൻ പറഞ്ഞിട്ട് മാറി താമസിച്ചതാണ്. നിങ്ങൾ മദീനയിൽ വന്നിട്ട് കാലം എത്രയായി? ഞാൻ വന്നിട്ട് 10-20ഓളം കൊല്ലമായി. ഇയാള് ചോദിക്കും, നിങ്ങൾ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ മുത്തുനബിയെ കണ്ടിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹുവിന്റെ മറുപടി, കണ്ടിട്ടുണ്ട്. നിങ്ങൾ വിശ്വാസിയായിട്ട് മുത്തുനബിയെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ വിശ്വാസിയായിട്ട് തന്നെ മുത്തുനബിയെ കണ്ടിട്ടുണ്ട്. അറബിക്കൊരു സന്തോഷം, അപ്പൊ നിങ്ങൾ സ്വഹാബിയാണ് അല്ലേ? അതെ, ഞാൻ സ്വഹാബിയാണ്. ഇയാള് ചോദിക്കുന്നല്ല സഹോദരാ,
നിങ്ങൾക്ക് ഖലീഫ ഉമറിനെ പരിചയമുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എനിക്ക് പരിചയമുണ്ട്. ഈ ആറാബി റൊട്ടി തിന്നുകൊണ്ട് ഇങ്ങനെ പറയാണ്, എനിക്ക് ഖലീഫയെ പരിചയമില്ല. ഖലീഫാന്റെ ഗറോഫിലുള്ള ഈ റേഷൻ കിട്ടാറുണ്ട്, എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല, ഇതുവരെ കണ്ടിട്ടില്ല. എന്റെ നാട്ടുകാരൊക്കെ പറയുന്നത് മൂക്കത്ത് ശുണ്ടിയുള്ള ആളാണ്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ആളാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തലയെടുക്കുന്ന ആളാണ്, ഗൗരവക്കാരനാണ്, പരുപരുക്കൻ സ്വഭാവമാണ്, പെട്ടെന്ന് ചൂടാവുന്ന ആളാണ്. എനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല. ആളുകൾക്കൊക്കെ ഭയങ്കര പേടിയാണ് എന്നാ പറയുന്നത്. സഹോദരാ, ഒന്നുകിൽ എന്റെ ഭാര്യ പ്രസവിക്കും, അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് സുഖമാകും. ഏതായാലും മദീനയിൽ പോയി റേഷൻ വാങ്ങാതെ വീട്ടിലേക്ക് പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് പള്ളിയിലെ മദീനയിലേക്ക് പോകാതിരിക്കാൻ നിർവാഹമില്ല. ഖലീഫയെ പോയി കണ്ടാൽ പൂർണ്ണ ഗർഭിണിയായ ഭാര്യയും കൂട്ടി വന്ന വകയിൽ ശിക്ഷിക്കുമോ അതല്ല സഹായിക്കുമോ എന്നറിഞ്ഞുകൂടാ. സ്വഭാവം എനിക്ക് നിശ്ചയമില്ല. സഹോദരാ, നിങ്ങൾക്ക് ഖലീഫയെ പരിചയമുണ്ടല്ലോ. നാളെ ഞാൻ മദീനയിൽ വന്നാൽ ഖലീഫയോട് ഞങ്ങളെ കാര്യങ്ങളൊന്നും നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുമോ? സുബ്ഹാന ജല്ല ജലാലു. സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥ എന്താണ്? يستقبل النار خوف النار في غديب والعين من خشية سالت معقيها. അറാബി കുറ്റങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ, അറാബി ദേഷ്യം പിടിക്കുന്ന ആളാണ്, ചൂടാകുന്ന ആളാണ്, തലവെട്ടുന്ന ആളാണ് എന്നൊക്കെ കുറ്റം പറയുമ്പോഴും നാളാഖിറത്തിലുള്ള തീയില്ലയോ, നരകമില്ലയോ? ആ നരകത്തെ പേടിച്ച് അറാബി കത്തിച്ചു വെച്ച തീ ഇങ്ങനെ ഊതിക്കൊണ്ട് അറാബിക്ക് റൊട്ടി ചുടുന്ന മഹാൻ في أثناء لحيته منها الدخان وفوه غاب فيها. തടിരോമത്തിലൂടെ പുകയിങ്ങനെ പറക്കുന്ന 30 ലക്ഷം ചതുരശ്ര മൈൽ വിശാലതയുള്ള പ്രവിശാലമായ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ സർവാധിപതിയായ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലാഹുവിന്റെ മുമ്പിലുള്ള കോടതിയിലുള്ള നരകത്തെ പേടിച്ച് ദുനിയാവിലെ തീയൂതുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിക്കുന്നു, അല്ലാഹ്, ഞാൻ എത്ര ലളിതമായി എത്ര മയത്തിൽ ഈ ജനങ്ങളോട് പെരുമാറിയാലും അവർക്ക് എന്നെ കുറിച്ചുള്ള പേടി പോകുന്നില്ലല്ലോ. അല്ലാഹ്, അവരെന്നെ കുറിച്ച് പറയുന്നത് കേട്ടോ ഞാൻ ദേഷ്യം പിടിക്കുന്ന ആളാണ്, ചൂടാകുന്ന ആളാണ്, കൊള്ളാത്തവനാണെന്നല്ലേ പറയുന്നത്. എന്റെ സ്വഭാവം ഒന്ന് നന്നാക്കി തരണേ അല്ലാഹ്. അറാബി റൊട്ടി തിന്നുകൊണ്ട് പിന്നെ ഖലീഫന്റെ കുറ്റം പറയുകയാണ്. അപ്പോഴാണ് ഖൈമയുടെ കർട്ടൻ മാറ്റിക്കൊണ്ട് ഉമ്മു കുൽസും ബീവി റളിയല്ലാഹു അൻഹ വിളിക്കുന്നത് ഭർത്താവിനെ, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, അങ്ങയുടെ സഹോദരൻ ആൺകുട്ടിയുടെ ബാപ്പയാ എന്ന സന്തോഷം അറിയിക്കൂ. സുബ്ഹാന ജല്ല. ആൺകുട്ടികൾ ജനിക്കൽ സന്തോഷമാണ്, പ്രത്യേകിച്ച് അക്കാലത്ത് പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ കാലത്തിന്റെ പരിസരമാണത്. ഈ അറാബി ആൺകുട്ടി ജനിച്ചു എന്നുള്ളത് അയാൾ കേട്ടില്ല. അയാൾ ശ്രദ്ധിച്ചത് ആദ്യം വിളിച്ച വിളിയാണ്. അമീറുൽ മുഅ്മിനീൻ ആരെയാണ് വിളിക്കുന്നത്? ഖലീഫക്ക് വിളിക്കുന്ന പേരാണ്. മദീന ഭരിക്കുന്ന രാജാവിന്റെ അപരനാമമാണ് അമീറുൽ മുഅ്മിനീൻ. ആരെയാണോ കുറ്റം പറഞ്ഞത്, ആരെയാണോ തലവെട്ടുമെന്ന് പറഞ്ഞത്, അതേ ഖലീഫയാണ് തീയൂതിക്കൊണ്ട് റൊട്ടി ചുടുന്നത്. അവിടുത്തെ ഭാര്യയാണ് ഭാര്യക്ക് ഖിദ്മത്ത് ചെയ്യുന്നത്. ഏതായാലും ശിക്ഷ ഉറപ്പാണ്. വിശപ്പ് മാറുന്നത് വരെ ഒന്ന് സഹിച്ചേക്കും. അത് കഴിഞ്ഞാൽ ശിക്ഷ റെഡിയാ. അറാബി പേടിച്ചു വിറച്ചു. കയ്യിൽ നിന്ന് പാത്രവും റൊട്ടിയും താഴെ വീണു. കരയുന്നു അമീറുൽ മുഅ്മിനീൻ. ആളറിയാതെ പറഞ്ഞ അബദ്ധത്തിൽ പറ്റിപ്പോയതാണ്, ആളറിയാതെ അബദ്ധം പിണഞ്ഞതാണ്. മാപ്പാക്കണേ, മാപ്പാക്കണേ, ശിക്ഷിക്കല്ലേ. ഈ
രാജ്യത്തിന്റെ പ്രസിഡന്റ് പാവപ്പെട്ട എനിക്ക് റൊട്ടി ചുട്ടു തരികയോ അമീറുൽ മുഅ്മിനീൻ? ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ഭാര്യ, രാഷ്ട്രത്തിന്റെ പ്രഥമ വനിത, പാവപ്പെട്ട ഏഴാങ്കൂലിയായ എന്റെ ഭാര്യക്ക് വന്ന് പ്രസവ ശുശ്രൂഷ നടത്തിക്കുകയോ? അങ്ങയുടെ ഭാര്യയെ ടെന്റിൽ നിന്ന് മടക്കി വിളിക്കൂ അമീറുൽ മുഅ്മിനീൻ, ഞാൻ എന്റെ ഭാര്യക്ക് ഖിദ്മത്ത് ചെയ്തോളാം, അങ്ങ് റൊട്ടി തുടണ്ട, എനിക്കത് കഴിക്കാൻ പറ്റില്ല, അങ്ങ് ഞങ്ങളെ വെറുതെ വിട്ടാൽ മതി. താഴെ ഇരുന്ന് കുട്ടികളെ പോലെ കരയുന്ന ഈ അറാബിന്റെ തോള് പിടിച്ചെഴുന്നേൽപ്പിച്ച് നിർത്തുകയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. താഴെ വീണിരിക്കുന്ന പാത്രവും റൊട്ടിയും എടുത്ത് പൊടി തട്ടിയിട്ട് പിന്നെയും കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന, കഴിക്കൂ സഹോദരാ, പ്രയാസപ്പെടല്ലേ, നീ കരയണ്ട, കരയേണ്ടത് ഞാനാ. എന്റെ ഹബീബ്, എന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖലീഫയായി അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാത്ത് സംഭവിക്കുമ്പോൾ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ 10,000 സ്വഹാബികൾ, പ്രഗൽഭരായ സ്വഹാബികൾ, തന്റേടികളായ നല്ല കഴിവും പ്രാപ്തിയുമുള്ള പണ്ഡിതന്മാർ, ചിന്തകന്മാർ, വിഷയത്തിൽ തീർപ്പാക്കാൻ കഴിയുന്ന പ്രഗൽഭരായ ഭരണാധികാരികളാകാൻ എന്തുകൊണ്ടും യോഗ്യരായ 1000 സ്വഹാബികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ എന്റെ റബ്ബ് പാവപ്പെട്ട ഉമറിനാണ് അധികാരം നൽകിയത്. പാവപ്പെട്ട ഉമറിനെയാണ് ഈ രാജ്യത്തിന്റെ അധികാരം ഏൽപ്പിച്ചത്. അന്നു മുതൽ ഞാൻ ഉറങ്ങിയിട്ടില്ല കൂട്ടുകാരാ. എന്റെ റബ്ബ് എനിക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്റെ മുൻഗാമിയായ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തുന്നത് പോലെ എനിക്ക് നടത്താൻ കഴിയില്ല. മുത്തുനബിയുടെ ദൗത്യം എനിക്ക് ചെയ്യാൻ കഴിയില്ല. ഞാൻ ആ വിഷയത്തിൽ പേടിയിലാണ്. ഞാൻ രാത്രിയിൽ ഉറങ്ങാത്ത ദിവസങ്ങൾ പലതും കഴിഞ്ഞു പോയി. ഇന്ന് തന്നെ എന്റെ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് അവൻ എന്റെ മനസ്സിൽ തോന്നിപ്പിച്ചത് കൊണ്ട് ഞാൻ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞത് കൊണ്ടല്ലേ. എന്റെ രാജ്യത്തിന്റെ അതിർത്തിയിൽ വന്ന നീ, എന്റെ രാജ്യത്തിന് എന്റെ പ്രജയായ എനിക്ക് അല്ലാഹു തആല അധികാരം നിന്റെ മേൽ തന്നിട്ടുണ്ടല്ലോ. പ്രസവ വേദന കൊണ്ട് നിന്റെ ഭാര്യയും പട്ടിണി കൊണ്ട് നീയും ഈ പാതിരാ സമയത്ത് ഇവിടെ വന്ന് പ്രയാസപ്പെട്ടിരുന്നെങ്കിൽ നാളെ എന്റെ റബ്ബ് കോടതിയിൽ, റബ്ബിന്റെ കോടതിയിൽ എന്നോട് ചോദിക്കുമ്പോ ഞാൻ എന്ത് സമാധാനമാണ് എന്റെ റബ്ബിനോട് പറയാനുണ്ടാവുക? അതുകൊണ്ട് കരയേണ്ടത് ഞാനാണ്, നീ കരയണ്ട. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. റൊട്ടിയും യഥേഷ്ടം ചുട്ടുകൊടുത്തു. അറാബിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്ന, സഹോദരാ, ഭാര്യയും കൂട്ടിയിട്ട് തിരിച്ചു പോകുമ്പോ പറയുന്ന, സഹോദരാ, നീ ഇനി മദീനയിൽ വരണ്ട, നേരം വെളുത്താൽ നീ നിന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയിക്കോ. നിനക്കും ഭാര്യക്കുമുള്ള റേഷൻ വീട്ടിലെത്തിക്കാൻ സംവിധാനമൊരുക്കാം. സുബ്ഹാന ജല്ല ജലാലു. ഭാര്യയും കൂട്ടിയിട്ട് മഹാനവർകൾ മസ്ജിദുൻ നബവിയുടെ ഭാഗത്തേക്ക് നടക്കുന്നു. വീട്ടിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ, അല്ല, പള്ളിയുടെ അടുക്കലേക്ക് എത്തുമ്പോഴാണ് മുഅദ്ദിൻ സുബ്ഹിയുടെ ബാങ്ക് വിളിക്കുന്നത്. അസ്വലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കിനേക്കാൾ ഖൈർ നിസ്കാരമാണ്. ഉറക്കിനേക്കാൾ ഖൈർ നിസ്കാരമാണ്. പക്ഷെ രാജ്യം ഭരിക്കുന്ന ഖലീഫ ഒരു പോള കണ്ണടച്ചിട്ടില്ല കേട്ടോ. രാജ്യത്തിന്റെ പ്രഥമ വനിത, പ്രസിഡന്റിന്റെ ഭാര്യ, ഏറ്റവും ബഹുമാനമുള്ള പെണ്ണ്, പാതിരാ സമയം മുതൽ ഒരു പോള കണ്ണടച്ച് ഉറങ്ങിയിട്ടില്ല. പള്ളിയിലേക്ക് കയറി മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ കയറി. ഭാര്യ വീട്ടിലേക്ക് പോയി. സുന്നത്ത് നിസ്കാരം കഴിഞ്ഞു, ഇഖാമത്ത് കൊടുത്തു. ഉമർ റളിയല്ലാഹു അൻഹു മിഹ്റാബിലേക്ക് കയറി പോകുമ്പോൾ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അമീറുൽ മുഅ്മിനീൻ, മുഖത്ത് വെണ്ണീര് കാണുന്നല്ലോ, അടുക്കളയിൽ രാത്രി എന്തായിരുന്നു പരിപാടി? മുഖത്ത് വെണ്ണീര് കാണുന്നുണ്ടല്ലോ, താടിയിലൊക്കെ വെണ്ണീരും പുകയെല്ലാം കാണുന്നുണ്ടല്ലോ. സുബ്ഹാന ജല്ല ജലാലു. ജനങ്ങൾക്ക് നന്മ ചെയ്യൂ മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കൂ മുഅ്മിനീങ്ങളെ, സ്വർഗ്ഗം ആശിച്ചിട്ട് ഖിദ്മത്ത് ചെയ്യൂ, ജനങ്ങൾക്ക് സേവനം ചെയ്യൂ ചെറുപ്പക്കാരെ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ആ മഹാന്മാർ സ്വർഗ്ഗം ആശിച്ച് ഇബാദത്ത് ചെയ്തു. ആ മഹാന്മാര് നരകത്തെ, സ്വർഗത്തിൽ ഉറപ്പായിട്ടും പോന്ന മഹാന്മാര് നരകത്തെ പേടിച്ചു. നമുക്ക് നരകത്തെ പേടിയില്ല. ഇന്നിപ്പോ വഅള് പറയുന്ന ആളെ പോളുന്ന കാലാണ്.
സ്വർഗം മനുഷ്യന്റെ മുൻപിൽ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നതാകണം. ഖൽബിന്റെ ഉള്ളിൽ ആശ കയറണം. നരകം മനുഷ്യന്റെ മനസ്സിൽ പേടിയുള്ളതാകണം. അതിൽ കടക്കാതിരിക്കാനുള്ള നിതാന്ത ജാഗ്രതയുണ്ടാകണം. അങ്ങനെ നിസ്കരിക്കുമ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട് നിസ്കരിക്കുമ്പോ നല്ല ലദ്ദത്തുണ്ടാവും, മാധുര്യമുണ്ടാകും. ഇതൊന്നും ഇല്ലാതെ നമ്മൾ നിസ്കരിക്കുമ്പോഴാണ് തുസല്ലി ബിലാ ഖൽബിൻ സ്വലാത്തും ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗജിബൻ ലിൽഉഖൂബത്തി. ഇമാമുന ശഫീഈ റളിയല്ലാഹു അൻഹു പറയാ, എത്ര ആളുകളാണ് നിസ്കരിച്ചിട്ട് കുറ്റക്കാരായി പോകുന്നത്. ഓടി വന്ന് പള്ളിയിൽ നിസ്കരിച്ചത്. ഇമാമ് സലാം വിട്ടിയപ്പോ നമ്മള് സലാം വിട്ടു. അപ്പൊ അടുത്തിരിക്കുന്ന മുട്ടിയിട്ട് പറയാണ്, നീ 3 റക്അത്തേ നിസ്കരിച്ചിട്ടുള്ളൂ. ഓ മസ്ബൂക്ക്, അവന് ബോധമില്ല, എത്ര റക്അത്ത് നിസ്കരിച്ചെന്ന കഥയില്ല. നിസ്കാരത്തിന്റെ കഥയായി പറഞ്ഞത്. ബാക്കിയുള്ള കഥ പറയാനുണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നരകം നമുക്ക് കടക്കാൻ കഴിയുന്നതിന് അപ്പുറമുള്ളതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ടവരാണ് നാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന് സ്വർഗം എളുപ്പമാണ്. മറ്റുള്ള മുൻകാലത്ത് കഴിഞ്ഞു പോയ ആളുകളെ പോലെ അല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് വളരെയേറെ സന്തോഷമുള്ളവരാണ്. അവർക്ക് സ്വർഗം വളരെ വളരെ എളുപ്പത്തിലുള്ളതാണ്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ നമ്മളൊക്കെ എഴുന്നേറ്റ് നടക്കുന്നത്. ഖുസിസ്നാ ബിഹിൽ മസ്ഖൂസ് യത്റാബി ദംബിനാ വമൻ ഖബ്ലനാ ഖദ് കാന ബിദ്ദംബി യുംസഖൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവർ കൊണ്ടാണ് നമ്മൾ എഴുന്നേറ്റ് നടക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളെല്ലാം ജീവിതത്തിന്റെ നിലവാര തകർച്ച കൊണ്ട് എപ്പോഴേ കോലം മറിയേണ്ട കാലം കഴിഞ്ഞു പോയി. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങൾ നോക്ക്, ജുമുഅ ദിവസം വെള്ളിയാഴ്ച, പഴയ കാലത്ത് ഗൾഫ് പോകുന്ന ആളുകൾ ഉസ്താദുമാരുടെ അടുക്കലേക്ക് വരും. എന്നിട്ട് ചോദിക്കും, ഏത് ദിവസമാണ് നല്ലത്? ടിക്കറ്റിന് വില കുറഞ്ഞ ദിവസം ഏതാണല്ലേ? അത് ട്രാവൽസറോട് ചോദിക്കണ്ടേ? ഉസ്താദിനോട് ചോദിക്കണത് പോകാൻ പറ്റുന്ന സഅദായ ദിവസങ്ങൾ ഏതാ ഉള്ളതെന്ന് അങ്ങനെ ചോദിക്കുമായിരുന്നു. ഇനിയിപ്പോ ടിക്കറ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് വെള്ളിയാഴ്ച 10,000 രൂപ ടിക്കറ്റ്, ശനിയാഴ്ച 30,000 രൂപ, സുബ്ഹാനല്ലാഹ്, വ്യാഴാഴ്ച 28,000, ഭയങ്കര റൈറ്റാണ്. വെള്ളിയാഴ്ച കുറവുണ്ട്, പക്ഷെ ജുമുഅ ആകാശത്തിലാവും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ടിക്കറ്റ് സെർച്ച് ചെയ്ത് നോക്ക്, വെള്ളിയാഴ്ച പൈസ കുറവാണ്. അപ്പോ അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മൾ സ്വാഭാവികമായും ഒരു ജുമാക്കാണോ പ്രാധാന്യം കൊടുക്കല്ല 20,000 രൂപക്കോ? 20,000 രൂപ കൊടുക്ക. പക്ഷെ നമ്മളെ ഉമ്മമാര്, പണ്ടത്തെ നമ്മളെ പഴയ കാലത്ത് ഉമ്മമാര് പറയും, മോനെ വെള്ളിയാഴ്ച ജുമാ കളഞ്ഞിട്ട് യാത്ര പോണ്ടട്ടോ. ഓരോ സഹീഹുൽ ബുഖാരി ഓതിയിട്ട് പറഞ്ഞൊന്നല്ല, ഉള്ളിൽ ഈമാനുള്ളോണ്ടാ. നല്ല ഈമാൻ ഉണ്ടായിരുന്നു ഉമ്മമാർക്ക്. അതുകൊണ്ട് അവര് പറയും, മോനെ ജുമാ ദിവസം യാത്ര വേണ്ടേ, ഇനി അഥവാ പോവാണെങ്കിൽ ജുമാ കിട്ടണം, അല്ലെങ്കിൽ വേണ്ട എന്ന് പറയും. ജുമാ ഒഴിവാക്കിയിട്ടുള്ള ലാഭം വേണ്ട മോനെ എന്ന് പറയുമായിരുന്നു. ഈ കൊറോണ എന്ന് പറഞ്ഞ മുസീബത്ത് വന്നില്ലേ, ഇനി അങ്ങനത്തെ മുസീബത്തിനെ തൊട്ട് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. കൊറോണ വന്നത് കൊണ്ടുണ്ടായ പ്രത്യേകമായ ഒരു ദുരന്തം എന്താണെന്നറിയോ? കൊറോണ വന്നതിന് മുമ്പ് ആളുകൾക്ക് ഒരു പേടിണ്ടായിരുന്നു, ജുമാ എന്നുള്ള ഒരു പേടിണ്ട്. കൊറോണ വന്ന് നോക്കുമ്പോ ഇത് ആദ്യം പള്ളിയിലാ കയറിയത് അല്ലേ? കൊറോണ ആദ്യം കയറിയത് വൈറസ് പള്ളിയിലാ കയറി. എല്ലാ പള്ളിയും പൂട്ടി. 3 ജുമുഅ ഒന്നിച്ച് തുടർച്ചയായി ആവശ്യമില്ലാതെ മുടക്കിയാലും അവന്റെ ഖൽബിൽ ഈമാനികമായി അവന്റെ ഖൽബ് ഒന്നും കേറാത്ത സീല് വെക്കും എന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ഇത് 30 എല്ലാം പോയി, എന്നിട്ടും ഒന്നും സംഭവിച്ചില്ല എന്നാ പറഞ്ഞത്. സംഭവിക്കുന്ന നീ ഇടിഞ്ഞു പോകുന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിന്റെ ഖൽബിൽ നന്മ കയറൂലെന്നാ. സത്യത്തിൽ ആ കേറാതിരിക്കുന്നതാണ് ഇപ്പോൾ ഉമ്മത്ത് കാണുന്നത്. ജുമാ വെറുതെ ലാഘവത്തോടെ ജുമാ കളഞ്ഞപ്പോ
സീലടിക്കപ്പെട്ടിട്ടുണ്ട് പലരുടെയും കൽബില്. അതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെട്ടത്. ഭാര്യയും ഭർത്താവും കൂടെ റോട്ടിൽ നടക്കുന്നത്, പശുവും മൂരിയും കൂടെ റോട്ടുമ്മ പോകുമ്പോ അതിനും കൂടെ ഉണ്ട് കുറച്ചൊക്കെ നാണമാനം. പക്ഷേ ഭാര്യയും ഭർത്താവും കൂടി റോട്ടിൽ നടക്കുമ്പോ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേറൊരുത്തിനെ ഏൽപ്പിക്കാം. എന്നിട്ട് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ആരെല്ലാണ് ചീത്ത വിളിക്കുന്നത് നിങ്ങൾ നോക്കിയിട്ട് രസിക്കുക. ആരല്ല ചീത്ത വിളിക്കുന്നത്? ചീത്ത വിളിച്ചാലും പൈസ കിട്ടും, നല്ലത് പറഞ്ഞാലും പൈസ കിട്ടും. എന്തൊരു ലോകമാണിത്! ഈമാൻ വളരെ കുറഞ്ഞു പോകുന്നു. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ.